അപ്പോൾ ഇനി അടുത്ത ഒരു വാർത്ത വരുന്നത് നമ്മളെ വെളിച്ചമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വെളിച്ചം പാർപ്പിടം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു അടിസ്ഥാന ആവശ്യങ്ങളാണ്. പക്ഷേ കാരശ്ശേരി ആദിവാസി കോളനിയിൽ കുടുംബങ്ങൾ വെളിച്ചമില്ലാതെ ഇന്നും ഇരുട്ടിൽ തുടരുന്നു എന്ന ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. ആദിവാസി ലൈഫിൽ കുടുംബങ്ങൾക്ക് വീട് ലഭിച്ചിട്ടും KSEB വൈദ്യുതി നൽകുന്നില്ലെന്നും പരാതിയുണ്ട്. എല്ലാ രേഖകളും ഉണ്ടാക്കിയിട്ടും തങ്ങളെപ്പോലുള്ളവരെ ദ്രോഹിക്കുകയാണ് KSEB എന്നും കുടുംബങ്ങൾ ആരോപിക്കുകയാണ് കേട്ടോ. ആ വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ്. BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ രേഖയുണ്ടായിട്ടും വൈദ്യുതി നൽകാൻ കഴിയില്ലെന്നാണ് KSEB അധികൃതർ പറയുന്നത്. കൂമ്പാറ സെക്ഷന് കീഴിലുള്ള കാലക്കുഴി വീട്ടിൽ പ്രകാശനും കുടുംബവും ഇപ്പോൾ ആകെ ദുരിതത്തിലായിരിക്കുകയാണ്. 2 ആഴ്ചയിൽ കൂടുതലായി വാർഡ് മെമ്പർ MR സുകുമാരൻ അടക്കം വൈദ്യുതി ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ്. വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSEB ചെല്ലുമ്പോൾ അവർ ഒന്നുമില്ലാത്ത രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ ഈ ട്രൈബൽ കുടുംബങ്ങളെ വല്ലാതെ വിഷമിക്കുന്ന സമീപനം KSEB സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിലവിൽ പഞ്ചായത്തിൽ നിന്നും BPL സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. BPL അർഹത ഉള്ളവരാണ് എന്ന് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായിട്ടും 50,000 രൂപ താഴെ വേണമെന്നാണ് പറഞ്ഞത്. വില്ലേജിൽ നിന്ന് ഇപ്പം അങ്ങനെ കിട്ടില്ല. കാരണം അവരിന് മുമ്പ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങുന്നതുകൊണ്ട് അവർക്ക് ആ ആനുപാതികം വെച്ചാൽ കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ അവരുടെ ട്രൈബലിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, റേഷൻ കാർഡ് ട്രൈബൽ സർട്ടിഫിക്കറ്റാണ്. ഇതെല്ലാം കാണിച്ചിട്ട് പോലും ഇവർക്ക് ഏതെല്ലാം തരത്തിൽ ഇവർക്ക് വൈദ്യുതി ലഭിക്കാതിരിക്കാൻ വേണ്ട നടപടികളാണ് KSEBയിലെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിയമപരമായി തന്നെ മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടർക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാനുള്ള ഇതിലാണ് ഞങ്ങളുള്ളത്. ഇത്തരത്തിൽ ഒരു പ്രകാശനം എന്ന് പറയുന്ന ഇവർ മാത്രമല്ല, ഇത്തരത്തിൽ ഈ കോളനിക്കകത്ത് നിരവധിയായ കുടുംബങ്ങളും പ്രത്യേകിച്ച് കാരശ്ശേരിയിലെ വിവിധ മേഖലയിലുള്ള ആളുകളും ഈ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ശാശ്വത പരിഹാരമുണ്ടാകണം. എല്ലാ രേഖകളുണ്ടായിട്ടും തങ്ങളെപ്പോലുള്ളവരെ ദ്രോഹിക്കുകയാണ് KSEB ചെയ്യുന്നതെന്നും വീട്ടുകാർ പറയുന്നു. ഞാൻ 10-15 ദിവസമായി KSEBയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കറണ്ടിൻ്റെ ആവശ്യത്തിനായിട്ട്. അതിനാൽ അവിടുന്ന് പറഞ്ഞു മിക്ക കടലാസുകളും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ ആദിവാസി കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും റേഷൻ കാർഡിൽ ട്രൈബൽ ഫാമിലി എന്ന സീലടിച്ച് സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതൊക്കെ കൊണ്ട് കാണിച്ചിട്ട് അവർ പല കാരണം പറഞ്ഞ് ഒഴിവാക്കുകയാണ്. പ്രകാശിന്റെ മാതാവ് 79-കാരി മാണിയമ്മയും താമസിക്കുന്നത് ഈ വീട്ടിലാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ വൈദ്യുതി നൽകണമെന്നാണ് ഇവരുടെയും ആവശ്യം. വൈദ്യുതി നൽകിയില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമെന്നും വാർഡ് മെമ്പറും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം. നോക്കൂ, എത്ര ദയനീയമാണ് കാരശ്ശേരി ആദിവാസി കോളനിയിലെ കുടുംബങ്ങളുടെ അവസ്ഥ എന്ന് നോക്കൂ. കാരണം വെളിച്ചമില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു അവകാശം നിഷേധിക്കുകയാണ്. ശരിക്കും പാർപ്പിടം, വെള്ളം, വെളിച്ചം എന്നൊക്കെ പറഞ്ഞ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്കിത് മുന്നോട്ട് വെക്കാനുള്ളത് ശരിക്കും എല്ലാ രേഖകളും ഉണ്ടായിട്ടും KSEB വൈദ്യുതി നൽകുന്നില്ല എന്നാണ് പരാതി. ഒരു സർക്കാരിന്, ഒരു ജനകീയ സർക്കാർ എന്ന ലേബലിൽ വന്ന ഇപ്പോഴത്തെ ഒരു സർക്കാരിന് ഒട്ടും ഭൂഷണമല്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഇതിൽ. അങ്ങനെ ഒരു കാര്യം എല്ലാ രേഖകളും ഉണ്ടായിട്ടും അവിടെ വൈദ്യുതി കിട്ടിയില്ല എന്ന് പറയുന്നത്. അത് ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി അടക്കം അത് പരിശോധിക്കണം. ആ പാവപ്പെട്ടവർക്ക് വൈദ്യുതി നൽകാനുള്ള എല്ലാ നടപടിയും സത്വരമായി സ്വീകരിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി, ഒരു അപേക്ഷ കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ തടസ്സം എന്ന് KSEBയുടെ ഉന്നത ഉദ്യോഗസ്ഥരും കൂടി അത് പരിശോധിച്ചിട്ട് വരും ദിവസങ്ങൾ ആ വീട്ടിൽ വെളിച്ചം ലഭിക്കും, നിങ്ങളത് ഇടപെടും എന്നുള്ള പ്രത്യാശയോടുകൂടി വാർത്താപ്രഭാതം ഒരു ഇടവേള കൂടി എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.